യോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് GTA 5 കെയോസ് മോഡാണ് ഗൈസ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. അതെ ഗൈസ്, അപ്പൊ നമ്മൾ കെയോസ് മോഡ് യൂസ് ചെയ്യണമെങ്കിൽ എന്ത്, എവിടെ, എപ്പോ, എങ്ങനെ സംഭവിക്കുന്നു നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതെ, നമ്മുടെ ഗെയിമിന്റെ ഏറ്റവും മേളിലൊരു ബാറിൽ നീല ഒരു കളർ പോണില്ലേ, അത് കംപ്ലീറ്റ് ആകുമ്പോഴാട്ടോ ഓരോ മോഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ എന്തൊക്കെ നമുക്ക് കിട്ടുന്നു നോക്കാട്ടോ ഗൈസ്. ബ്രേക്ക് ബൂസ്റ്റിംഗാ, ബ്രേക്ക് പിടിക്കാതെ എടുത്തിട്ടല്ലോ വണ്ടി. ഞാൻ ബ്രേക്ക് പിടിക്കാൻ പോകട്ടോ. ബ്രേക്ക് പിടിക്കാതെ ഒടുക്കത്തെ സ്പീഡിൽ പോയി ഇടിച്ച് നമുക്ക് സിറ്റിയിലോട്ട് പോട്ടാ. വണ്ടിയുടെ ബ്രേക്ക് പിടിച്ച് അപ്പൊ സീനാണ്. ബ്രേക്ക് ബൂസ്റ്റിംഗ് സൈഡിൽ എഴുതി കാണിച്ചിട്ടോ ഗൈസ്. നെക്സ്റ്റ് എണ്ണ അടുത്തത് വരാൻ പോകട്ടാ. ഹെൽപ്പ് മൈ W കീ സ്റ്റക്കാ. അതെന്താണോ സംഭവം ഗൈസ്? ആ രണ്ടാമത് നിൽക്കണ സംഭവം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടാ. ഉയ്യോ, ഇതൊക്കെ എവിടെ നിന്നാടേ വന്നെ? ഗീവ് എവരി വൺ ആൻ RPG. എല്ലാവരുടെ കയ്യിൽ RPG ഉണ്ട് ഗൈസ്. എല്ലാവരുടെ കയ്യിൽ RPG ഉണ്ട്. എല്ലാവരും RPG വെച്ചോണ്ടാട്ടോ നടക്കണേ. ഞാൻ കാണിച്ചു തരാട്ടെ ഗൈസ്. എല്ലാവരുടെ കയ്യിൽ RPG ഉണ്ട്. ഇറങ്ങണ വണ്ടിന്ന്. എന്റെ പൊന്നളിയാ, എവിടെ നിന്നൊക്കെ വെടിയുണ്ടെന്ന് ഒരു പിടുത്തമില്ലാലോ അളിയാ. അത് സീനാണ് ഗൈസ്. വണ്ടി കീറി പോണു. വെരി ലോ ഗ്രാവിറ്റി. ഇതേ നമ്മുടെ ഫയർഫോഴ്സുകാരുടെ വണ്ടിയൊക്കെ കീറി പോണു. ഇതന്നെ യുവമാർക്കും അത്ര ഒന്നും പറ്റാത്ത ഒരു വണ്ടി മാത്രമാണ് ഗ്രാവിറ്റിയിൽ പോണേ. ഫ്രണ്ട്ലി നെയ്ബർഹുഡ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആന്നാട്ടോ പറയണതിനകത്ത്. ഇവനെ പോയി ഒന്ന് ഇടിച്ചു നോക്കാട്ടോ. അവൻ ഓടിപ്പോയി ഗൈസ്. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആന്ന് വെച്ചിട്ട് നിക്കട മോനെ അവിടെ. നിക്കട. അവന് പടച്ചിട്ടുണ്ട്. $19 കിട്ടി അവന്റെ അടുത്തുനിന്ന്. 1 ബുള്ളറ്റ് മാഗാ. ആ അതെ ഗൈസ്, തോക്കിൽ ഒരു ബുള്ളറ്റ് വെച്ചുള്ളൂ കേട്ടോ. ഒരു ബുള്ളറ്റ് കഴിയുകയാണെങ്കിൽ വീണ്ടും അടുത്ത മാഗ് ഇടണം കേട്ടോ. അതാണ് ഈ ഒരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാഗ് ഇട്ടിട്ട് അടുത്ത ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതും കഴിയാറായി. നെക്സ്റ്റ് എന്താണോ എന്നെ ലോ റെൻഡർ ഡിസ്റ്റൻസ്. അയ്യോ, നമ്മുടെ ആളൊക്കെ ഇരിക്കണൊക്കെ ഗൈസ്. റെൻഡറിങ് ഒട്ടും ഇല്ല കേട്ടോ ഇതിനകത്ത്. ലോ റെൻഡറായിട്ട് കിടക്കണേ. അത് ഇവനെന്നാടെ ഈ പേപ്പർ ഒട്ടിച്ചു വെച്ചേക്കണ. ഫ്രാങ്ക്ലിൻ ഇരിക്കണോക്കി. നമ്മുടെ തൊട്ടടുത്തുള്ള ഒറ്റ എണ്ണത്തിന് കാണാൻ പറ്റില്ല. അതേ കാറാണാ പോണേ. ഒരു ചുമപ്പ് സാധനം ചുമ നീങ്ങി പോകണേ ഉള്ളൂ കേട്ടാ. ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. ഗെയിം ഒന്നും റെൻഡർ ആവണില്ല കേട്ടാ. നെക്സ്റ്റ് വന്നിട്ടോ മെറ്റർ ഷവറാ. ഈ പണ്ടാരം എന്താണോ? എനിക്ക് ഈ പണ്ടാരം ഈ ലോ റെൻഡർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല എന്താ സംഭവിക്കണേന്നൊന്നും. ഒട്ടും റെൻഡറില്ല ഗൈസ്. ദൂരെയുള്ള ഒരു എന്റെ പോനെ ഇതാണ്. മേളിൽ നിന്നൊക്കെ കല്ലൊക്കെ വന്ന് കിടക്കോട്ടെ ഗൈസ്. അളിയതേ റെൻഡറായി വന്നപ്പോ നമ്മുടെ ഫ്രണ്ടിലൊക്കെ നോക്കി ഗൈസ്. ഉൽക്ക വന്ന് വീടേക്ക്. അതാണ് ഗൈസ് പോർട്ടൽ കണ്ണ് ഗൈസ്. അപ്പോഴത്തെ വണ്ടിയിലിട്ട് പോർട്ടായി. ഈ തോക്ക് വെച്ച് എങ്ങോട്ട് വിടിച്ചാൽ നമ്മളിത് അങ്ങോട്ട് പോർട്ടാവട്ടോ. അതെ, ഞാൻ ആ ബിൽഡിങ്ങിന്റെ മേലിട്ട് ഷൂട്ട് ചെയ്യട്ടെ ഗൈസ്. ഇതെവിടാ? ഏത് വായിലാണ് ഞാൻ വന്നേക്കണേ? ഈ കാറിന്റെ ഉള്ളിലിട്ട് ഞാൻ പോർട്ട് ചെയ്യാൻ പോട്ടാ ഗൈസ്. ഞാൻ ആ കാറിന്റെ ഉള്ളിൽ കയറി. വെഹിക്കിൾ സ്പീഡ് 0.5. ആ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കാറിന്റെ സ്പീഡ്. നമുക്ക് പോർട്ടായി. നമുക്കത് ആ ഫയർ എഞ്ചിന്റെ ഉള്ളിലിട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. അയ്യോ, അവൻ നമ്മളത് താഴ്ത്തിട്ടിട്ട്. ഇവന്റെ അടുത്ത് രക്ഷപ്പെടണമെങ്കിൽ ഒന്നുമില്ല, നമ്മൾ നേരെ തോക്കെടുക്കുക. ഈ കാറിലിട്ട് ഷൂട്ട് ചെയ്യുക. നമ്മൾ നേരെ കാർ എടുത്തോട്ട് പോവാ. അത്രേ ഉള്ളു ഗൈസ്. ഹാൻഡ്സപ്പാ. അയ്യോ എടാ വണ്ടി, എടാ ഫ്രാങ്ക്ലിൻ കൈ നോക്കിക്കുക. വണ്ടി തിറക്ക്. ഹാൻഡ്സപ്പ് കഴിഞ്ഞാ ഗൈസ്. നമ്മൾ ഇപ്പോഴും പോർട്ടായിക്കൊണ്ടിരിക്കുക. അതേ കല്ലിന്റെ മേളിലിട്ട് നമ്മൾ പോർട്ടായി. ഇത് അടിപൊളിയായാലും സാധനം. ഉൽക്ക ഇതെന്താ? ഇത് ഓൺ ഡിമാൻഡ് TV ആണിക്കണോടാ ഗെയിമിന്റെ നടുക്ക് ഗൈസ്. ഓൺ ഡിമാൻഡ് TV എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം വന്നേക്കണേ. നമ്മുടെ നടുക്കത് ഏതോ കാർട്ടൂണൊക്കെ കാണിച്ചോണ്ടെങ്കിൽ ഈ സംഭവം ഏതാന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ഗൈസ്, അപ്പൊ പോർട്ടൽ ചെയ്യണേ ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ വേറെ വണ്ടിയിലായിട്ട് പോർട്ടൊന്നും ആവില്ല കേട്ടാ. നമുക്ക് ഈ ഫയർ എഞ്ചിൻ എടുത്തോണ്ടേ നമുക്ക് നേരെ സിറ്റിയുടെ നടക്കേട്ട് പോവാട്ടാ. ഗൈസ്, നമ്മുടെ ചുറ്റുമുള്ള വണ്ടിയൊക്കെ ജമ്പ് ആവണു. ജമ്പി കാർസ്, ജമ്പി വെഹിക്കിൾ. നമ്മുടെ ഫ്രണ്ടിലുള്ള എല്ലാ വണ്ടികളും തുള്ളി ചാടിക്കൊണ്ടിരിക്കണ്. അടിയത് കൊള്ളാല സംഭവം. അയ്യോ, മറ. പക്ഷെ ഈ പണ്ടാന നടുക്കുന്ന പോവായിരുന്നെങ്കിൽ ഇത് കാരണം ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. ഇത് നോക്കി നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന വണ്ടികളെല്ലാം ചാടിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി. ഗൺ സ്മോക്കാ. ഇതെന്താ നോക്കട്ടെ ഗൈസ്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ സ്മോക്ക് തന്നെ. വെഹിക്കിൾ എക്സ്പ്ലോഡ് ഓൺ ഇമ്പാക്ട്. അതെന്താ സംഭവം?
ഈ സംഭവം ഒന്നും മനസ്സിലായില്ല. എവിടെങ്കിലും ടാക്സി കയറണ പോടാ. വണ്ടി കൊണ്ടുപോയി എവിടെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ അപ്പൊ പൊട്ടിത്തെറിക്കുന്നതാന്ന് തോന്നുന്നു കേട്ടാ. നോക്കാട്ടെ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ ഫ്രണ്ടിലുള്ളതിനെ പിടിച്ചു നോക്കാട്ടോ. അത് തന്നെയാട്ടെ ഗൈസ്, നമ്മളിതേ എവിടെങ്കിലും പോയി ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിയാണിതേ അപ്പൊ തന്നെ കാറ് പൊട്ടിത്തെറിക്കും. അതാണ് സംഭവം ഗൈസ്. ഇപ്പൊ അടുത്തത് വരും. ദൈവമേ, സൂപ്പർ സ്റ്റണ്ട് ഗൈസ്. ഞാൻ ഒരു വണ്ടി പോയി കേറിയുള്ളൂ, പിന്നെ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മയുള്ളു. പിന്നെ ഞാൻ നോക്കുമ്പോ താഴെ റോട്ടിലൊന്ന് കിടക്കുക. ജസ്റ്റ് ഒന്ന് ഞാൻ വണ്ടി കയറിയുള്ളൂ. എല്ലാവരുടെ അവസ്ഥ തന്നെയാട്ടാ. റിസറക്ഷൻ ഡേയാ എന്താണ് സാധനം? ഇതിനകത്ത് പകുതി എഴുതി കാണിക്കണം എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ സത്യം പറഞ്ഞ. അതുകൊണ്ടാണ്. ലോ മേറ്റ്സാ ഇതെന്താ സംഭവം? ട്രാക്ടറാ ഇതെന്താ? ഡിലേഡ് ക്യാമറ. ഇത് ഞാൻ തിരിച്ചു കഴിഞ്ഞിട്ട് ക്യാമറ തിരിയുള്ള ഗൈസ്. ക്യാമറക്ക് ഡിലേ ആയിക്കണു. ദൈവമേ, ഗെയിം മൊത്തം കംപ്ലൈന്റ് ആയല്ല. എവിടെ ഫ്രാങ്കിളിന് എവിടെ? DVD സ്ക്രീനാ. ആ ഗൈസ്, ഇത് ഓർക്കണ്ട, നമ്മൾ പണ്ട് നമ്മൾ DVD ഇട്ട് സിനിമ കണ്ടോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് കിടക്കുക കേട്ടാ. ഫ്രാങ്കിള് നമ്മുടെ നടുക്കേക്കടെ പോവുന്നുണ്ട്. സ്പിന്നിങ് പ്രോപ്സാ ഗൈസ്. ഒന്നും കാണുന്നില്ല. എന്താണ്ടൊക്കെ ഗെയിമിൽ സംഭവിക്കേണ്ടത്? നമ്മുടെ ഫ്രണ്ടിലുള്ളത് സ്ട്രീറ്റ് ലൈറ്റും ആ സിഗ്നലൊക്കെ കിടന്ന് സ്പിന്നാവുണ്ട് കേട്ടോ. എന്റെ പൊന്നളി, എവിടെന്നെങ്ങാണ്ട് അടിയിട്ടി. ഒന്നും കാണല്ല. ഇതെന്താ ഇത് സാധനം? ഗൈസ്, നമ്മൾ കിടന്ന് സ്പിന്നായിക്കൊണ്ടിരിക്കുക, വെറുതെ അല്ല. ഉയ്യോ എടാ, എങ്ങോട്ടാണ് ഈ പോണേ? ഫ്രാങ്ക്ലിന് എന്താ പറ്റിയേ? ഓട്ടോ പൈലറ്റ് ഗൈസ് നോക്കിയ സ്ട്രീറ്റ് ലൈറ്റ് സിഗ്നലൊക്കെ എടുത്ത് സ്പിന്നായിക്കൊണ്ടിരിക്കുക. എന്താ ഇതിനകത്ത് സംഭവിക്കാത്തൊന്നും മനസ്സിലാവുള്ള. ബേബ്ലേഡാ. ഇത് കാറൊക്കെ കിടന്ന് കറങ്ങി നോക്കിയ ഗൈസ്. ഒബ്ജക്റ്റ് എല്ലാം കിടന്ന് സ്പിന്നാവും കേട്ടോ. അതേ ഇവിടെ വെച്ചേക്കണ ടയറും കാര്യങ്ങളും ഗൈസ്. നിങ്ങൾ ആ സ്ട്രീറ്റ് ലൈറ്റ് സിഗ്നലൊക്കെ നോക്കി എല്ലാം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. കാറൊക്കെ പോണോക്കി. ഉയ്യോ, സിനിമാറ്റിക് വെഹിക്കിൾ ക്യാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും വണ്ടി പോയി കയറാട്ടാ. അങ്ങനെയാണ് നമുക്ക് സിനിമാറ്റിക് ക്യാം കിട്ടുന്നതാണ് ഗൈസ് പറഞ്ഞേക്കണേ. അതിന് വലിയ നല്ല വണ്ടി കിട്ടിയിട്ടുണ്ട് അല്ലേ. മഴ പെയ്യുണ്ടെന്നല്ല, ശരിക്കും മഴയുണ്ട് കേട്ടാ. വണ്ടി കയറാ. ആ വണ്ടി വർക്കാവില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഈ വണ്ടി കയറാട്ടാ. സിനിമാറ്റിക് ക്യാം കിട്ടട്ടെ. അതെ, സിനിമാറ്റിക് ക്യാം ഇതാട്ടെ ഗൈസ്. സിനിമാറ്റിക് ക്യാം ഇത്ര ഉള്ളൂ കേട്ടോ. ഇപ്പൊ തന്നെ നെക്സ്റ്റ് വരും. ഞാൻ സാധനം തീർന്ന്. ഐ ആം സോ ടയേർഡാ. അതെന്താന്ന് നോക്കട്ടെ ഏട്ടാ. ഐ ആം സോ ടയേർഡ്. ആ ഇത് കണ്ണടക്കുണ്ട് കേട്ടാ, അതാണ് സംഭവം. അതെ, താഴെ കിടന്നു വടിയായി. ഫ്രാങ്ക്ലിനെ ഉറക്കി ഗൈസ്. കണ്ണടയും. അതെ, കണ്ണടഞ്ഞ്. ഇത് ഗൈസ് നമുക്കിത് ഓടാൻ പോലും പറ്റില്ല. ഓടുമ്പോ അപ്പൊ തന്നെ കണ്ണടഞ്ഞ അപ്പൊ തന്നെ നമ്മളിത് വണ്ടി കയറ ഗൈസ്. ഇതിനകത്ത് പകുതി എഴുതി കാണിക്കണം എന്താന്ന് എനിക്ക് മനസ്സിലാവുള്ള കേട്ടോ. അതുകൊണ്ടാണ്, വേറൊന്നും അല്ല കേട്ടോ. ഓൾ പെറ്റ്സ് അറ്റാക്ക് പ്ലെയർ ഗൈസ്. പെറ്റ് എല്ലാവരും നമ്മളൊന്ന് അറ്റാക്ക് ചെയ്യാൻ വരും കേട്ടോ. ഇതാണ് ഇത്. എടാ ടയർഡൊക്കെ പിന്നത് എല്ലാരും ഗൈസ്, എല്ലാരും നമ്മൾ ഇടിക്കാൻ വരിക. ഈ ബോഡി ഇതാട്ടോ. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പെട്ടും നമ്മളൊന്ന് അറ്റാക്ക് ചെയ്യാൻ വരിക. എടാ ഒന്ന് കണ്ണു തുറക്കടാ. ഇത് ഗൈസ് എല്ലാരും നമ്മൾ ഇടിക്കാൻ വരും കേട്ടോ. ആ പാസ്റ്റായി. കണ്ണു തുറന്നപ്പോ ഇത് എല്ലാരും നമ്മളെ പിടിച്ച് ഇടിക്കും കേട്ടോ ഗൈസ്. വെയില് തിമിംഗല മഴ വീണു ഗൈസ്. തിമിംഗല വീണു. പക്ഷെ ഇവന്മാരെ കൊണ്ട് രക്ഷയില്ലല്ലോ. ഗൈസ് തിമിംഗല മഴ വീണ്. ഗൈസ് എല്ലാവരും നമ്മൾ അറ്റാക്ക് ചെയ്യും കേട്ടോ. ഇത് നോക്കിയ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ഡോറെല്ലാം ഓപ്പൺ ആവിട്. എല്ലാം കിടന്നത് എല്ലാം സെയിം ടൈമിൽ എല്ലാ കാറും നോക്ക്. നല്ല രസം ഉണ്ടോ ഇത് കാണാൻ. സൈമിൾട്ടേനിയസിൽ എല്ലാവരും ഒരുമിച്ച് ഓപ്പൺ ആവുക കേട്ടോ. അതിന്റെ ഇടയ്ക്ക് നമ്മളെല്ലാരും വന്ന് അറ്റാക്ക് ചെയ്യാൻ വരും കേട്ടോ ഗൈസ്. ഇത് നല്ല രസം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ ഗൈസ്. അടിപൊളി. ഇനി എത്ര എണ്ണം ഉണ്ടാവും എന്തോ. ഇത് സൂപ്പർ ആയിട്ടോ. ഫുൾ ആക്സലറേഷൻ ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടുള്ളൂ കേട്ടോ. വണ്ടി പറക്കാണ്. നെക്സ്റ്റ് മോഡ് അതാട്ടോ, ഫുൾ ആക്സലറേഷൻ. എന്റെ പൊന്നളിയെ, ഞാൻ നിങ്ങളൊന്ന് ഗൈസ്, എനിക്കിവിടെ നടക്കണ എന്താ അതൊന്നും മനസ്സിലാവണില്ല കേട്ടോ. പോടാ ഫ്രാങ്ക്ലിനെ പോടാ. നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോട്ടെ ഗൈസ്. ഫുൾ ആക്സലറേഷനാ. ഞാനൊന്ന് തൊടുവാടി ഇപ്പൊ വണ്ടി പറക്കും. കണ്ട, ഇതാണ് ഗൈസ് ഇപ്പത്തെ അവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റുള്ള. 10x വെഹിക്കിൾ എഞ്ചിൻ സ്പീഡ്. വണ്ടിയുടെ സ്പീഡ് 10 ഇരട്ടിയാവുന്നതാണ് ഗൈസ് പറഞ്ഞേക്കണേ. നമുക്ക് നോക്കാട്ടാ. ഈ വണ്ടിയുടെ ഡോറൊക്കെ പോണോക്കിയേ. നിക്കട. നിന്റെ വണ്ടി ഞാൻ എടുക്കും. 10x സ്പീഡ് കിട്ടുന്നതാണ് ഗൈസ് പറഞ്ഞേക്കണേ. നോക്കാട്ടാ. അത് ഗൈസ് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. വണ്ടിയുടെ ഡോറൊക്കെ ഓപ്പൺ ആവണം നോക്കിയേ. വെരി ലോ ഗ്രാവിറ്റി ഗൈസ്. നമ്മുടെ വണ്ടികളതേ, നമ്മുടെ വണ്ടി മാത്രല്ല എല്ലാ വണ്ടി
മേളിക്കേക്കടെ പറക്കും കേട്ടോ. അപ്പൊ ഞാൻ താഴെ ഇറങ്ങി നിന്നാലോ എന്താവും അവസ്ഥ നോക്കാട്ടാ ഗൈസ്. ഞാൻ പറക്കണില്ല കേട്ടാ, വണ്ടികൾ മാത്രമായിട്ടാ ഗൈസ് പറക്കണോളൂ. ഇപ്പൊ ഞാൻ വണ്ടി കയറുവാണെങ്കിൽ അതെ ഗൈസ്, വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ലോ ഗ്രാവിറ്റി. ഇൻവെർട്ടഡ് കളർ ദേ വണ്ടിയുടെ കളർ അല്ല, വണ്ടിയുടെ അല്ലട്ടെ ഗൈസ്, ഗെയിമിന്റെ ഫുള്ള് കളർ പോയി ഇൻവെർട്ടഡ് കളറായി. ഇപ്പോഴും നമ്മുടെ വണ്ടിയുടെ ഡോറ് ഡിക്കൊക്കെ എല്ലാം ഫുള്ള് ഓപ്പൺ ആയിട്ട് ഇരിക്കും കേട്ടോ. നെക്സ്റ്റ് എന്താണോ പണ്ടാരം വരാൻ പോണേ, ഇത് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടാ. നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാം, അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള. നെക്സ്റ്റ് വന്നു നമുക്ക് കമ്പാനിയനായിട്ട് ഒരു ചിമ്പിനെ കിട്ടിയിട്ടുണ്ട്. അതേ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലതേ അവ കയറി. ഗൈസ് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരാൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ചിമ്പാൻസി ഇല്ലേ, ആ സെറ്റപ്പ്, ആ സാധനം തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഒപ്പം വരും. ഇതേ എൻ്റെ ഒപ്പം തന്നെ അവനും ചാടി. ഇതേ നമ്മുടെ ഫ്രണ്ടിലും കിടക്കണേട്ടാ. അവൻ തട്ടിയാ ഗൈസ്, അവൻ തട്ടിപ്പോയി. അയ്യോ ഇതെന്താടാ പമ്പര. എല്ലാരും കിടന്ന് കറങ്ങുക തോന്നുന്നു ഗൈസ്. അതെ എല്ലാവരും കിടന്ന് കറങ്ങണ്ട്. ഇതേ ഗൈസ് എല്ലാരും കിടന്ന് കറങ്ങണ, പമ്പരം കറങ്ങണ പോലെ എല്ലാരും കിടന്ന് കറങ്ങണം. ഇതെന്താ അത് തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കണ. ഇംപ്രൊവൈസർ വെപ്പണറിയാ എന്റെ അളിയാ. ഗൈസ് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോ വെയിൽ വന്നു. ഇത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ നേരത്തെ തിമിങ്കലം വരും കേട്ടാ. അപ്പൊ ഞാൻ വേറൊരു തോക്ക് എടുത്ത് നോക്കട്ടെ ഗൈസ്. ഇതേ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോ എന്റെ ഞാൻ നോക്കിക്കോട്ടെ, ഷൂട്ട് ചെയ്യുമ്പോ എന്റെ തോക്കിന്ന് കാറ് വന്നു ഗൈസ്, മരം ഗൈസ് പലതും വന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരത്തെ ഇതേ എന്റെ ലോ ഗ്രാവിറ്റി വണ്ടി കയറിയാലാണ് നമുക്ക് ആ ഗ്രാവിറ്റിയുടെ സംഭവങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടാ. ലോ ഗ്രാവിറ്റിയുടെ നന്നായിട്ട് ഫീൽ ചെയ്യണില്ല കേട്ടാ. ആ വണ്ടിയുടെ സ്പീഡ് കുറവാട്ടെ ഗൈസ്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടാ. വേറെ അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ തോന്നണില്ല. നെക്സ്റ്റ് എന്താണോ കിട്ടാൻ പോണേ? സൂയിസൈഡ് തീർന്നാ ഫേക്ക് ഡെത്ത്. നമ്മളെ പറ്റിച്ചതാട്ടോ. ഞാൻ വിചാരിച്ചു നമ്മളത് ഈ സംഭവം ഇവിടെ വെച്ച് തീർന്നില്ല ഗൈസ്. അത് ജസ്റ്റ് നമ്മളൊന്ന് പറ്റിച്ചതാ. നമ്മുടെ മേളിലുള്ള നീല ടാബ് കംപ്ലീറ്റ് ആവുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് കിട്ടും ഗൈസ്. വണ്ടിയുടെ ഡോറെല്ലാം പൊളിഞ്ഞ് താഴെ കിടക്കണം. അടുത്ത മോഡ് ഇതാട്ടാ. എല്ലാ വണ്ടിയുടെ ഡോറും പൊളിഞ്ഞ് താഴെ കിടക്കുക ഗൈസ്. വണ്ടിയുടെ ഡോറെല്ലാം പൊളിഞ്ഞ് താഴെ കിടക്കുക. അളിയാ എന്താ പറ്റിയേ ഗൈസ്? ഫുള്ള് ഓട്ടോ തന്നെയായിട്ട് എല്ലാം ചെയ്യണേ. എന്താ സംഭവിക്കണമെന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഫ്രാങ്കിലിനെല്ലാം ഒറ്റയ്ക്ക് എന്നെ അടുത്ത് ചെയ്യണം. ഞാൻ എന്റെ കൈ ഞാനിവിടെ പൊക്കി പിടിച്ചേക്കുക. എന്ത് സംഭവിക്കണമെന്ന് എനിക്ക് ഒന്നും ഒരു പിടി കിട്ടില്ല. കേയോസ് എന്ന് പറഞ്ഞാൽ ഫുൾ കേയോസ്. ഇപ്പൊ എന്റെ കൺട്രോളിൽ കിട്ടിയിട്ട് ഗൈസ് നെക്സ്റ്റ് ബോർഡ് റാൻഡമൈസ്ഡ് പ്ലെയർ ക്ലോത്ത്. നമ്മുടെ ഫ്രാങ്കിലിട്ടൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ടാ. നെക്സ്റ്റ് എന്താണോ എന്നെ ബ്ലാക്ക് ഹോളാ. എവിടെ ബ്ലാക്ക് ഹോള് ഗൈസ്? ബ്ലാക്ക് ഹോള് ഇതന്നെ എന്നെ മാത്രം അങ്ങോട്ട് എടുക്കാത്ത. വണ്ടികളൊക്കെ എല്ലാം കീറി പോകണ്ടിട്ടാ. നമുക്കും അത്ര ഒന്നും പറ്റുള്ള ഗൈസ്. തന്നെ നമുക്കും അത്ര ഒന്നും പറ്റാത്ത. നമ്മുടെ ചുറ്റുമുള്ള വണ്ടികളെല്ലാം അങ്ങോട്ട് വലിച്ചെടുക്കുക കേട്ടാ. GTA 5 ഉണ്ടാകുന്ന എല്ലാ വണ്ടികളെയും അങ്ങോട്ട് വലിച്ചെടുത്തു തോന്നുന്നത്. അത് കഴിഞ്ഞ് ഡ്രങ്ക് അതെ നമ്മള് വെള്ളം അടിച്ച ആളെ പോലെ ഗൈസ്. ബ്ലാക്ക് ഹോളിൽ നിന്ന് എല്ലാം താഴത്തേട്ട് വരിക. അളിയാ എന്റെ പൊന്നിതി ആൾക്കാരൊക്കെ താഴ്ത്തേട്ട് കാരണം ഗൈസ്. ഇപ്പൊ നമ്മളിതേ വെള്ളം അടിച്ച ആളെ പോലെ കേട്ടാ. വെള്ളം അടിച്ച ആളെ പോലെയല്ല, നമ്മള് വെള്ളം അടിച്ചിട്ടാണ് നടക്കണേ. അതാ ഈ മോഡിന്റെ ഇപ്പത്തെ പ്രത്യേകത. എടുക്കടാ വണ്ടി സ്റ്റീൽ ചെയ്യേ ഗൈസ്. കൺട്രോൾ ഇട്ടുള്ള കേട്ടാ വെള്ളം അടിച്ചോണ്ട് ഗൈസ്. വെള്ളം അടിച്ചോണ്ട് ഒട്ടും കൺട്രോൾ ഇട്ടുള്ള വണ്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാട്ടാ ഗൈസ്. നെക്സ്റ്റ് ബോർഡ് ഒന്ന് ബൗൺസി വെഹിക്കിൾ എന്നാട്ടെ കാണിച്ചേക്കണേ. പക്ഷെ ഞാനൊരു വെഹിക്കിളും ബൗൺസ് ദൈവമേ. ഇതാണ് ഗൈസ്. നമ്മളിത് എവിടെങ്കിലും പോയി ഇടിച്ചു കഴിയുകയാണെങ്കിൽ സംഭവം ബൗൺസ് ആവും. അതാണ് ഇപ്പൊ ഒരു കാർ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ ഗൈസ്. ഇതൊരു വെള്ളടിക്കണ എഫക്റ്റ് മാറിയില്ലടാ. പോർട്രേറ്റ് മോഡ് ഗൈസ്. ഇപ്പൊ നമ്മളിത് പോർട്രേറ്റ് മോഡിലാട്ട ഗെയിം കളിക്കണേ. ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതുപോലെ ബൗൺസി വെഹിക്കിളിന്റെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ നേരെയും അതിൽ പോയി ഇടിക്കും കേട്ടോ. ഇല്ല ഗൈസ്, അത് ചീറ്റി പോയിട്ടാ. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ബൗൺസ് ഒന്നും ആവണില്ല. എനിക്ക് വന്നാൽ കാറിൽ പോയി ഇടിക്കണം എന്ന് തോന്നുന്നു ഗൈസ്. അതാണ് കാറിൽ പോയി ഇടിക്കണം, എന്നാലാണ് സംഭവം വർക്കാവുള്ളൂ. കാറ്റു കണ്ണാ ഗൈസ്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ നേരത്തെ ക്യാറ്റ് പുറത്തായിട്ട് വരും കേട്ടാ. അതാണ് ഈ മോഡിന്റെ പ്രത്യേകത. നോക്കിക്കോട്ടെ ഞാൻ എണീക്കട ഫ്രാങ്കിളിനെ. ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരത്തെ മൊത്തം പൂച്ചകള് താഴത്തേട്ട് വരും കേട്ടോ. അളിയാ എന്റെ പൊന്നെ, ആ പൂച്ചകള് ചത്തുപോയി ഗൈസ്. ഗോസ്റ്റ് ടൗൺ
എല്ലാവരും കാണാണ്ടാവും കേട്ടാ. അടാടാ വണ്ടിക്ക് മേത്തക്കട കയറ്റില്ലടാ പന്നി. അയ്യോ സോറി പൂച്ച. ഇത് അടിപൊളി വെറൈറ്റി മോഡാട്ടെ ഗൈസ്. നമ്മുടെ ഗെയിമിന്റെ സ്പീഡ് 0.2x ആയിട്ടാ. നോക്കി ഫ്രാങ്കിളിലൊക്കെ കൊണ്ട് സ്ലോ മോഷനിലായി ഗൈസ്. ഫ്രാങ്കിളിൽ കൊണ്ട് മാത്രല്ല ഗെയിമിന്റെ ഫുൾ എൻവയോൺമെന്റ് ഫുള്ള് സ്ലോയിലായിട്ടാ. ഇത് ഞാൻ ഇവിടുത്തെ കാർ സ്റ്റീൽ ചെയ്യാൻ പോകട്ടോ ഗൈസ്. വേണ്ട സ്ലോ മോഷനിൽ നിങ്ങളിത് കണ്ടോട്ടോ. തുറക്കടാ സ്ലോ മോഷനിൽ തുറക്ക്. ബിഗ് ബി ആയിട്ടോ ഗൈസ്. ബിഗ് ബി ഫ്രാങ്ക്ലിൻ സ്കൂട്ടർ പ്രദേശ് ഗൈസ്. എല്ലാവരും സ്കൂട്ടറിലായിട്ടാ. സ്കൂട്ടർ പ്രദേശത്ത് ഇടിച്ചിട്ട് നമ്മളെ എന്തിനാണ് ഇവന്മാര് നമ്മൾ ഇടിച്ചിട്ട് എല്ലാവരും നമ്മൾ ഇടിച്ചിടുവാ ഗൈസ്. എല്ലാവരും നമ്മൾ ഇടിച്ചിടുന്നത് എന്താ സംഭവം എനിക്കറിയില്ല. സ്കൂട്ടറിൽ വന്നിട്ട് ഗൈസ് ഇനി വന്ന മോഡുകളൊക്കെ നമുക്ക് വീണ്ടും കിട്ടി തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ചു വരും കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്യട്ടെ ഗൈസ്. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ മോഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മോഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഡോറ് ഡിക്കി ബോണറ്റൊക്കെ ഓപ്പൺ ആക്കി എന്നിട്ട് ഡാൻസ് കളിക്കല. എനിക്ക് ആ മോഡാട്ടോ ഗൈസ് ഇഷ്ടപ്പെട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ മോഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കേടാം. അപ്പൊ പീസ് ഔട്ട്.